നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വെച്ച് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഓരോ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ആഡിയോയുടെ ഒരു സെക്ഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ആക്കി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആഡിയോയ്ക്കകത്ത് ഓരോ ഇക്വലൻസ് അതുപോലെ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര് മാജിക്സ് വീഡിയോ പ്രോ എക്സ് എന്നാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കുറേ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് അത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഇതാണ്, മാജിക്സ് വീഡിയോ പ്രോ എക്സ് എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി വരട്ടെ. അപ്പോൾ ഇതൊരു പെൻറ്റിയം പ്രോസസ്സറാണ് ഈ ഒരു എൻ്റെ ഇരിക്കുന്ന ഡെസ്ക്ടോപ്പ്. അപ്പോൾ ഈ പെൻറ്റിയം പ്രോസസ്സറിലൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ എടുക്കുന്നുണ്ട്. അപ്പോൾ ലോ എൻഡ് ആയിട്ടുള്ള പ്രോസസ്സറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ വർക്കാവും. പിന്നെ നിങ്ങൾ അഡീഷണൽ ഇപ്പം ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനകത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് അത്ര ഒരു സ്പീഡ് കിട്ടത്തില്ല, എന്നാൽ സ്റ്റക്കായി വരുന്ന രീതിയിലെ വീഡിയോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലോ എൻഡ് ആയിട്ടുള്ള ഡിവൈസിലൊക്കെ ഗ്രാഫിക്സ് കാർഡ് മസ്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് നോക്കാം. ഇതാണ് ഇൻ്റർഫേസ്, സിമ്പിളായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് 2 ഡിസ്പ്ലേ തന്നിട്ടുണ്ട്, 2 സ്ക്രീൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 2 സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡിലായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ ഫയലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫയൽ ബ്രൗസറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് തന്നെ ഫയൽ ബ്രൗസർ എടുത്തിടാൻ പറ്റും. ഡയറക്റ്റ് നിങ്ങൾ ഒരിക്കലും ഫയലിൽ നിന്ന് നിങ്ങൾക്ക് ഫയൽ സെർച്ച് ചെയ്തെടുക്കേണ്ട കാര്യം വരുന്നില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഫയൽ ബ്രൗസർ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടാണ് വീഡിയോസൊക്കെ കൊണ്ടിടുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയുടെയൊക്കെ ഇത് കിടക്കുന്ന എല്ലാം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് എത്ര ഓടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഇതിനകത്തൊന്ന് കൊണ്ടിടാൻ നോക്കാം. ചില വീഡിയോസ് ഇതിനകത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എടുത്തൊന്നും വരത്തില്ല. അപ്പോൾ ചില വീഡിയോസ് എടുക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വീഡിയോസ് അത്ര ഇതായിരിക്കില്ല, ചില വീഡിയോസ് ഇതിനകത്ത് വർക്ക് ആവത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഫയലിൻ്റെ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, വീഡിയോസ് കൊണ്ടിട്ടിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്താൽ ഈ ഒരു വീഡിയോയുടെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്ത് നിങ്ങൾ എത്ര എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കിയാലും നല്ല രീതിയിലൊരു നല്ലൊരു സൈസാണ് വരുന്നത്. നല്ലൊരു MB സൈസ് നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേസ് ചെയ്തേക്കുവാണ്. ജസ്റ്റ് ഒരു വീഡിയോ പ്ലേസ് ചെയ്തേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കാണാം. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീഡിയോ അല്ല, ഇതൊരു ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോസ് എടുത്ത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്ക്രീനിലെ ഒരു വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് ഈ ഒരു സ്ക്രീനിലോട്ട് വീഡിയോ വരണമെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരണം. അപ്പോൾ നിങ്ങളിവിടെ ലൈറ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പം ഇതിനകത്തൊരു ലൈറ്റ് ചേഞ്ച് ചെയ്യണം, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ എടുക്കേണ്ടത് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മ്യൂസിക് എഡിറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ഞാൻ പറയാം ആഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു പാനൽ നമുക്കൊന്ന് കണ്ടുവെക്കാം. ഇപ്പം നിങ്ങളുടെ പാനൽ കാര്യങ്ങൾ
സോ ഗൈസ്, നമുക്ക് ഈ ഒരു സ്ക്രീനിൽ പടം വരണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേ നടക്കുന്നത്. അതിൻ്റെ താഴത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പിക്ചർ വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് പിക്ചറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാവും. കാര്യം ഇവിടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാത്തതും ഇവിടെ കളർ ചെറുതായിട്ട് നമുക്ക് മാറ്റിയെടുത്തതുമാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ അതറിയണമെങ്കിൽ നിങ്ങൾ എഫക്റ്റിനകത്ത് നമ്മൾ മൂവി എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇച്ചിരി കൂടെ കട്ട കളറിൽ ഇച്ചിരി കൂടെ കടുത്ത രീതിയിൽ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ഞാൻ. ഇനി അതിന് ശേഷം ഈ ബ്ലൂ ഒന്ന് ഇച്ചിരി ഇതാക്കി കൊടുക്കുക. ഇനി ഓക്കെ കൊടുത്തേക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ട് രീതിയിലുള്ള ഡിഫറൻസ് കളർ വന്നേക്കുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ കളറും ഇത് നമ്മുടെ എഡിറ്റഡ് കളറുമാണ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് വീഡിയോ പ്ലേ ആകുമ്പോൾ കാണാം ആ ഒരു ഇത് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ പ്ലേ ആക്കി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇവിടെ രണ്ടിടത്ത് ഒരുപോലെ വീഡിയോ പ്ലേ ആവത്തില്ല. കാര്യം നമ്മൾ ഈ രണ്ട് ടൈം റേഞ്ചിൽ പ്ലേ ചെയ്താൽ മാത്രമേ വീഡിയോസ് പ്ലേ ആവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ പോസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ പോസ് ചെയ്ത് വെച്ചേക്കുന്ന ആ രീതിയിൽ ഇവിടെയും സ്ക്രീനിങ് വരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റഡ് കളറും എഡിറ്റ് ചെയ്യാത്ത നോർമൽ കളറും തമ്മിൽ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന് കണ്ടോ. ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു കളറിനെ അട്രാക്റ്റീവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കളർ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ആഡിയോസിൻ്റെ നോയ്സ് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആഡിയോസൊക്കെ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ആഡിയോസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളൊരു അടുത്തൊരു ഒരു ആംപ്ലിഫയറോ അതുപോലെ ഹോം തിയേറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. കാര്യം നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഓരോ ആഡിയോയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഒരു സിസ്റ്റം നമ്മുടെ അടുത്ത് അത്യാവശ്യമായിട്ട് വേണം. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ചെന്നിട്ട് സിസ്റ്റത്തിൻ്റെ സ്പീക്കറിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല. ചിലർ ലാപ്പിലായിരിക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ലാപ്പിൻ്റെ സ്പീക്കർ മതി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എഡിറ്റ് ചെയ്യും. അപ്പോൾ അതിലൊന്നും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുത്തറിയത്തില്ല. നോർമലി കേൾക്കുന്ന ആ ഒരു ആഡിയോ ഒരു ഇതിൽ തന്നെ നമുക്കത് ലാപ്പിലൊക്കെ ഉള്ള സൗണ്ടിൽ കേൾക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ പോർട്ടബിൾ സ്പീക്കർ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം വ്യത്യാസം വരുന്നത് ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പം നമ്മളൊരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യുമെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സേഫായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുമ്പോൾ വെളിയിലുള്ള ഒരു സൗണ്ട് നമ്മുടെ ചെവിയിലോട്ട് കയറില്ല. ഡയറക്റ്റ് ഹെഡ്ഫോണിലെ ശബ്ദം മാത്രമേ നമ്മുടെ ചെവിയിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെഡ്ഫോൺ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു മിസ്റ്റേക്സ് ആഡിയോയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ എടുത്ത് എറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹെഡ്ഫോൺസോ അതുപോലെ മ്യൂസിക് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത ശേഷം എഡിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇത് വരുന്നത്. നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ലൊരു സൈസ് നമുക്ക് ഇതിനകത്ത് വരും. ഏറ്റവും കുറഞ്ഞൊരു സൈസിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിത് സേവ് ചെയ്താൽ മാത്രം പോരാ. ഇത് സേവ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഇതിലിട്ടിട്ട് ക്വാളിറ്റി പോകാത്ത രീതിയിൽ കൺവേർട്ട് ചെയ്യണം. അതിനുമ്പോൾ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ ഏറ്റവും കുറഞ്ഞ സൈസിൽ ഇപ്പം 20 MB അല്ലെങ്കിൽ 40 MB അല്ലെങ്കിൽ 100 MB ആ ഒരു സൈസിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെത്തിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട് കിടപ്പുണ്ട്. ഇമ്പോർട്ട് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അല്ലെങ്കിൽ എക്സ്പോർട്ട് മൂവി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് മൂവിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കാണാം ഇവിടെ കുറേ അധികം ഫയൽ സൈസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫയൽ സൈസ് വേണോ ആ ഫയൽ സൈസ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് കൊടുക്കാം. ഞാനിവിടെ MPEG-4 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ആ ഫോർമാറ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെയിമോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡോ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് റെസൊല്യൂഷൻ മാറ്റാൻ പറ്റും, ഫ്രെയിം റേറ്റ് മാറ്റാൻ പറ്റും, അതുപോലെ റേഷ്യോ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 3D അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് 3Dയിലാക്കാം. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 3Dയിലാക്കാം, അതുപോലെ 2Dയിലാക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് 2Dയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2Dയിൽ മതി. 2Dയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പം നമുക്ക് 2Dന്ന് താഴോട്ടുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാൻ പറ്റും. അതൊക്കെ എഡിറ്റ് ചെയ്ത് തന്നെ എഡിറ്റ് ചെയ്യുന്നവരുടെ ഇതിൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ പറ്റി മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ബൈറ്റ് റേറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ സാമ്പിൾ റേറ്റ് ഹെഡ്സ് എന്ന് പറഞ്ഞൊരിതുണ്ട്. ചാനൽ അതുപോലെ ബൈറ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൈറ്റ് റേറ്റ് ഏറ്റവും കൂടുതൽ കുറച്ച് കൊടുക്കുന്ന 96 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് കൊടുത്താലും നിങ്ങളുടെ ഈ ഒരു ഇത് മാറത്തില്ല. ഇപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ബാലൻസ്ഡ് ആക്കി ഇടാൻ പറ്റും.
സ്മാർട്ട് കോപ്പി കൊടുക്കാൻ പറ്റും, അതുപോലെ ഹാർഡ്വെയർ കൊടുക്കാൻ പറ്റും, സ്മാർട്ട് കോപ്പി കൊടുക്കാൻ പറ്റും, HRD കൊടുക്കാൻ പറ്റും. നിങ്ങൾ സ്മാർട്ട് കോപ്പി കൊടുക്കണ്ട, HRD കൊടുത്ത് നോക്കുക. HRDയും ഇതും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുത്തെ ക്വാളിറ്റികളെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ സേവ് കൊടുക്കാവൂ. അതിനുശേഷം ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി, നിങ്ങളുടെ നേരെ ഡയറക്റ്റ് എക്സ്പോർട്ടിലോട്ട് വരും. എക്സ്പോർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കാണാം. ഇത് ഏകദേശം 4 മിനിറ്റ് 1 മിനിറ്റ് ഇതായിരിക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കണ്ടോ, ഏകദേശം നല്ലൊരു സൈസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്താലും നല്ലൊരു സൈസിലേ നമുക്ക് വീഡിയോ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ പോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ എത്രത്തോളം സെയിം ആവും അതിനനുസരിച്ച് പ്രൊമോ പോലെ ലൈറ്റായി ചെറുതായിട്ട് അനങ്ങുന്ന കാണാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പറ്റിയുള്ള അടുത്തൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് സേവ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. 20 മിനിറ്റിനുള്ളിൽ തന്നെ 20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ തന്നെ സേവ് ആയി കിട്ടും. മണിക്കൂറുകളൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എത്രത്തോളം ഗ്രാഫിക്സിൻ്റെ എത്രത്തോളം പെർഫോമൻസ് വരുന്നു അതിനനുസരിച്ച് എളുപ്പത്തിൽ സേവ് ആയി കിട്ടും. ഇപ്പോൾ തന്നെ ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഏതാണ്ട് 53 സെക്കൻഡ് 1 മിനിറ്റോളം സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് 1 മിനിറ്റോളം തന്നെ സേവ് ആവുന്നുണ്ട് ഇത്രയും സമയം കൊണ്ട് തന്നെ. ഇപ്പം 1 മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ 1 മിനിറ്റോളം സേവ് ആയി കഴിഞ്ഞു. 1 മിനിറ്റോളം എന്ന് വെച്ചാൽ വീഡിയോ സേവ് ആയതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഏകദേശം വീഡിയോ സൈസ് വരുന്നത് 3 MB സൈസ് മാത്രം. ഇപ്പോൾ 4 MB സൈസായി ഒരു വീഡിയോയുടെ സൈസ്. അതിൽ ഫ്രെയിമേഴ്സും കാണിക്കുന്നുണ്ട്. ആഡിയോ ഇതുവരെ സേവ് ആയത് 64 KB ആണ്. 64-65 KBയിൽ ആഡിയോ സേവ് ആയിട്ടുണ്ട്. ബാക്കി ഇത്രയും കിടപ്പുണ്ട്. അപ്പോൾ അത്ര നമ്മുടെ ഇതിലോട്ട് സേവ് ആയിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എഫക്റ്റിലും കാര്യങ്ങളും വന്നിട്ട് ആഡിയോ ഒബ്ജക്റ്റ് എഫക്റ്റ് എന്ന് വീഡിയോ ഒബ്ജക്റ്റ് എഫക്റ്റ് എന്ന് എടുത്താലും നമുക്ക് ആഡിയോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ മൂവി എഫക്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആഡിയോസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്ന വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെ വരുമ്പോൾ ഇവിടെ ഒരു മൈക്ക് സൈലൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഈ മൈക്കിൻ്റെ ഇപ്പുറത്തായിട്ടൊരു കൺട്രോളിൻ്റെ ഒക്കെ ഒരു പടം കൊടുത്തേക്ക് കാണാം. മിക്സർ എന്നാണ് ഈ ഒരു കൺട്രോളിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആഡിയോസൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ വലിയ സ്റ്റുഡിയോയിലൊക്കെ കാണുമ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ വലിയൊരു കൺട്രോൾ പാനൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ആ ഒരു കൺട്രോൾ പാനലിനകത്ത് ജസ്റ്റ് ഇതുപോലെ ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ ആഡിയോസ് എത്രത്തോളം നോയ്സ് മാറ്റി ക്ലിയർ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതുപോലൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഞാൻ ഇങ്ങനൊരു ടൂളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും കിട്ടും. ഇപ്പോൾ പ്രീമിയർ പ്രോ എടുത്താലും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇപ്പോൾ കുറേ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് മിക്കുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഇതുപോലെ പ്രൊഫഷണലായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ലോ എൻഡ് ഡിവൈസിൽ അത്യാവശ്യം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ലോ എൻഡ് ഡിവൈസിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പം നിങ്ങൾ ആ വീഡിയോയുടെ ശബ്ദങ്ങളുടെ റേഞ്ച് എത്രത്തോളം അനങ്ങുന്നുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 5 ആക്കാം, 5.1 സറൗണ്ടിങ്സ് ആക്കാം. പക്ഷേ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് അതിൻ്റെ പ്രോഗ്രാമും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിടണം. അപ്പോൾ നിങ്ങൾക്ക് 5 ആഡിയോ തരംഗത്തിൽ നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5.1 ആഡിയോ തരംഗത്തിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ വീഡിയോയുടെ ആഡിയോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെക്കകത്ത് ഒരു ചെറിയ ഇതുപോലും നിങ്ങൾക്ക് സറൗണ്ട് ചെയ്തേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരാൾ കാണുവാണെങ്കിൽ ആ വീഡിയോയ്ക്ക് സറൗണ്ട് അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു വലിയ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് 5 ആയിട്ടുള്ള ഒരു ആഡിയോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്കിവിടെ സാധാരണ ഇവിടെ ഓപ്ഷനിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മേലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെ എഫക്ട്സ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ ടൂൾ ഇനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അവിടെ ഏത് എഫക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ വീഡിയോയുടെ ഓരോ ഇത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എഫക്ട്സ് ഓരോ പാച്ചിനകത്തും ഓരോ എഫക്ട്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മേളിലായിട്ട് കൊടുത്തിരിക്കുന്ന എഫക്ട്സ് ഓട്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇവിടെ ഇങ്ങനെ വെക്കുമ്പം ഇവിടെ വേറൊരു ഇതിൽ വരുന്ന കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടി അതിൻ്റെ ലെയർ വരുന്ന കാണാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് മാസ്റ്റർ, അതിൽ എഫക്ട്സ്, ഇങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ ഓഡിയോ തരങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോസ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരും. അപ്പോൾ മെയിൻലി ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് പോലും ചിലപ്പം ഇതിനകത്തായിരിക്കും ഇനി എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലിൽ കൈൻ മാസ്റ്റർ അതുപോലെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തായിരുന്നു ഞാൻ സാധാരണ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തായിരിക്കും ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ജസ്റ്റ് കളറിലോട്ട് പോകാം. ജസ്റ്റ് നമ്മുടെ വീഡിയോസിൻ്റെ കളർ സെറ്റ് ചെയ്യുന്നതിന് നോക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം എഫക്റ്റ് എന്ന് പറഞ്ഞ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഇതെടുക്കുക. അതുപോലെ മൂവി എഫക്ട്സ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കളർ അഡ്ജസ്റ്റ് ആയിട്ടൊരു സ്ക്രീൻ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേറൊരു സ്ക്രീനിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ്. ഇവിടെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ടുള്ള കളറും കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഈ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും ഈ ഒരു സ്ക്രീനിലോട്ട് മാറി കിട്ടത്തില്ല. അതിന് പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കറക്റ്റാക്കിയാലേ ആ ഒരു സ്ക്രീനിലോട്ട് ഇതാവത്തുള്ളൂ. ഇനി നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ വരത്തില്ല. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മാജിക്സ് വീഡിയോ പ്രോജക്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ക്രാക്ക് ചെയ്യുന്നതെന്നുള്ളൊരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.